प्यारे छात्रों, हताशा से एक व्यक्ति बैठ गया था एक टिप्पणी है। विनोद कुमार शुक्ल नामक एक कवि का एक सुंदर कविता है, हताशा से एक व्यक्ति बैठ गया था। इस कविता के आधार पर नरेश सक्सेना ने लिखी हुई एक टिप्पणी, आस्वादन टिप्पणी है, हताशा से एक व्यक्ति बैठ गया था। നിരാശയാലെ ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു എന്ന ആസ്വാദൻ टिप्पणिയാണ് അടുത്തതായി നമുക്ക് പഠിക്കാൻ ഉള്ളത്। इस टिप्पणी में टिप्पणी का सारांश और इस परीक्षा में आने वाले डायरी, एक पत्र, एक वार्तालाप, एक वाक्य पिरामिड, पोस्टर, रपड़, सही मिलान, लेख आदि इस कविता के आधार पर और इस टिप्पणी के आधार पर परीक्षा में आने वाले हैं। इस सारांश में देखिए, इस कविता में मनुष्य को मनुष्य की तरह जानने की प्रेरणा देती है। किसी व्यक्ति के नाम, पता, उम्र, जाति, ओहदा आदि जानने की आवश्यकता नहीं। उसकी निराशा, सहायता या संकट को जानना है। उसकी इस अवस्था पर सहायता करना सच्चे मनुष्य का कर्तव्य है। मनुष्यों के बीच मनुष्यता से व्यवहार करना जानना का सच्चा अर्थ है। ഈ കവിതയിലുള്ള സാരാംശമാണ് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യനെ മനുഷ്യനായി അറിയാനുള്ള പ്രേരണ കൊടുക്കുന്ന കവിതയാണ് ഈ കവിത. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, കിസി വ്യക്തിക്ക് നാം, പത, ഉമ്ര, ജാതി, ഓഹദ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ അഡ്രസ്സോ വയസ്സോ ജാതിയോ അറിഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ആവശ്യകതയില്ല. നേരെ മറിച്ച് ഉസ്കി നിരാശ, അയാളുടെ നിരാശയോ, അസഹായത, അയാളുടെ നിസ്സഹായതയോ, സങ്കട്, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളിലോ നമുക്ക് അറിയേണ്ടതാണ്. ഈ അവസ്ഥയിൽ സഹായിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ലതായിരിക്കുമെന്നാണ്, ഒരു മനുഷ്യൻ്റെ കർത്തവ്യം ഇതായിരിക്കുമെന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. ജാന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനുഷ്യോं के बीच മനുഷ്യത से വ്യവഹാർ करना जानना का सच्चा अर्थ है. മനുഷ്യനിടക്ക് മനുഷ്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അറിയുക എന്നുള്ളത് കൊണ്ടുള്ള അർത്ഥം. ഇതാണ് ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്ന സാരാംശം. इस टिप्पणी में आने वाली डायरी, हताशा से एक व्यक्ति बैठ गया था. टिप्पणी के आधार पर कवि विनोद कुमार शुक्ल जी की डायरी तैयार करें. हताशा से एक व्यक्ति बैठ गया टिप्पणी അനുസരിച്ച് കവി വിനോദ് കുമാർ ശുക്ലജിയുടെ ഡയറി തയ്യാറാക്കാനാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. आज मैं दुकान की ओर चल रहा था, तब एक जगह पर एक व्यक्ति बैठते हुए देखा. ഞാൻ കടയിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തിയെ കണ്ടു. വ നിരാശ ദീഖ് പടാ, അവർ വളരെ നിരാശയിലായി കണ്ടു. मैं उसे नहीं जाना था, मैं उसके पास आया. ഞാൻ അയാളെ അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് ഒട്ടും പരിചയമില്ലാതായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. मैंने उसकी ओर हाथ बढ़ाया, वह मेरा हाथ पकड़कर मेरे साथ चला. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തി, അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് എൻ്റെ നേരെ എൻ്റെ കൂടെ നടന്നു. हमने उसके पहले कभी नहीं देखा भी नहीं था.
ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. किसी की हताशा जानने के लिए उसके नाम, पता, उम्र, ओहदा आदि जानने की आवश्यकता नहीं. ഒരാളുടെ നിരാശയെ അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരോ അഡ്രസ്സോ വയസ്സോ പദവിയോ ഒന്നും അറിയേണ്ട ആവശ്യകതയില്ല എന്ന് എനിക്കറിയാം. മേരാ യഹ് കാം ഉസേ ആശ്വാസൻ ഹുവാ ഹോഗ. എൻ്റെ ആ പ്രവൃത്തി അദ്ദേഹത്തിന് വളരെയധികം ആശ്വാസമുണ്ടായിട്ടുണ്ടാവും. ഇതാണ് ഈ പാഠത്തിൽ നിന്നുള്ള ഡയറി. और उसके बाद इस टिप्पणी का वार्तालाप. कवि ने रास्ते पर एक अपरिचित व्यक्ति को देखा. वह निराशा था. कवि ने उस व्यक्ति के पास जाकर अपना हाथ बढ़ाया. कवि और अपरिचित व्यक्ति के बीच होने वाले संभावित वार्तालाप तैयार करें. കവി വഴിയിലൊരു അപരിചിതനായ വ്യക്തിയെ കാണുന്നു. അയാൾ നിരാശനായിരുന്നു. കവി ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് തൻ്റെ കൈ ഉയർത്തി ആ സംഭാഷണമാണ്, ആ അപരിചിത വ്യക്തിയുമായിട്ടുള്ള സംഭാഷണമാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. ഈ വാർത്താലാപിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. കവി और अभिजित के बीच वार्तालाप. कवि हाथ बढ़ाकर आप उठिए, तांगल എഴുന്നേറ്റാലോ. അപരിചിത്, क्या आप मुझे जानते हैं? താങ്കൾക്ക് എന്നെ അറിയാമോ? बिल्कुल नहीं, ഇല്ല. फिर क्यों मुझे उड़ाते हैं? പിന്നെ എന്തിനാണ് താങ്കൾ എന്നെ എഴുന്നേൽപ്പിക്കുന്നത്? आप निराश है? ए मैं जानता हूँ. താങ്കൾ നിരാശനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. आपको कैसे समझ गया? താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? മുझे भी पहले निराशा का अनुभव हुआ था. എനിക്ക് ആദ്യമേ നിങ്ങളുടെ നിരാശ എനിക്ക് അനുഭവപ്പെട്ടു. इसलिए आपको देखते ही मुझे मालूम हो गया. ഇതുകൊണ്ട് എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. आपका यह स्वभाव मुझे बहुत प्रभावित किया. ഇതെനിക്ക് വളരെ, താങ്കളുടെ ഈ പെരുമാറ്റം എനിക്ക് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. क्या आप कुछ दूर चले? നമുക്ക് കുറച്ച് ദൂരെ വരെ നടന്നാലോ? ठीक है जी. അതെ സർ, അതെ, ശരി. टिप्पणी का पोस्टर. हताशा से एक व्यक्ति बैठ गया था. टिप्पणी के आधार पर एक संदेशात्मक पोस्टर तैयार करें. इस पोस्टर का उत्तर. एक व्यक्ति की हताशा दूर करने के लिए. टाइटल. പോസ്റ്ററിൽ ആദ്യം വേണ്ട ടൈറ്റിൽ, അത് കുറച്ച് നല്ല ബോൾഡായിട്ട് എഴുതുക. ഉസ്കോ ജാനേ കി ആവശ്യകത നഹി. ഒരു വ്യക്തിയുടെ നിരാശ ദൂരീകരിക്കുന്നതിന് വേണ്ടി എന്ന ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം ഉസ്കോ ജാനേ കി ആവശ്യകത നഹി, അദ്ദേഹത്തെ അറിയേണ്ട ആവശ്യകതയില്ല. പോയിൻ്റ് 2, അസഹായ വ്യക്തിയോങ്കി ഹതാശ ദൂർ കരേ. നിസ്സഹായരായ വ്യക്തികളുടെ നിരാശ ദൂരീകരിക്കട്ടെ. ഉൻകോ ആശ്വാസൻ ദേ, അവരെ ആശ്വസിപ്പിക്കട്ടെ. യേ ഹമാരാ കർത്തവ്യ ഹെ, ഇത് നമ്മുടെ കർത്തവ്യമാണ്. ഭാരത സർക്കാർ, ഇന്ത്യ ഗവൺമെൻറ്, അതായത് ഭാരത സർക്കാർ നടത്തിയ ഒരു പരസ്യം ആണ് ശരിക്ക് ഈ കാണുന്നത്. टिप्पणी का रिपोर्ट. सड़क दुर्घटना में एक व्यक्ति घायल पड़ा. റോഡ് അപകടത്തിൽ ഒരു വ്യക്തി മുറിവുണ്ടായി. കിസിനെ ഉസ്കി സഹായത നഹി കി, ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. ബഹുത്ത് സമയ തക്ക് സടക്ക് പർ ഹി പടാ രഹ, അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് ആ റോഡിൽ ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. ഇസ് ഘടന പർ ഏക്ക് റപ്പട് തയ്യാർ കരെ. കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഡോക്ടർ കാറിടിച്ചിട്ട് ഒരു പേഷ്യൻ്റ് മരണത്തോട് മല്ലടിച്ചിരിക്കുമ്പോൾ പലരെയും സഹായത്തിന് വിളിച്ചപ്പോൾ വരാതിരുന്ന ഒരു സംഭവം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അതുപോലത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഡയറിയിൽ ഇതിലൂടെ കാണുന്നത്. ഒക്കെ അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. സടക്ക് ദുർഘടന കിസിനെ സഹായത നഹി കി. റോഡ് അപകടം
ആരും സഹായത്തിനെത്തിയില്ല. സ്ഥാൻ, സ്ഥലത്തിൻ്റെ പേര് കൊടുക്കണം. ഏത് സ്ഥലത്തിൻ്റെ പേര് കൊടുത്താലും കുഴപ്പമില്ല. കൽ സവേരെ 10 ബജെ യഹാം കെ പുൽ കെ സമീപ് ഏക് ദുർഘടന ഹുയി. ഇന്നലെ രാവിലെ 10 മണിക്ക് ഇവിടെയുള്ള പാലത്തിനടുത്തൊരു അപകടമുണ്ടായി. एक आदमी मोटरसाइकिल में आ रहा था. मोटरसाइकिल और एक कार आमने सामने आ रही थी. ഒരാൾ മോട്ടോർ സൈക്കിൾ വരികയായിരുന്നു. മോട്ടോർ സൈക്കിളും അതുപോലെ കാറും മുന്നിലും പിന്നിലുമായി ഓപ്പോസിറ്റായിട്ട് വരികയായിരുന്നു. കാർ തേസ് ആക്കർ മോട്ടോർ സൈക്കിൾ സേ ടക്കറായി. പെട്ടെന്ന് തന്നെ കാറ് മോട്ടോർ സൈക്കിളിലിടിച്ചു. മോട്ടോർ സൈക്കിൾ സേ ആനെ വാലെ ആദ്മി ബുരി തരഹ് ഘായൽ ഹുവ. മോട്ടോർ സൈക്കിളിൽ വന്നിരുന്ന വ്യക്തി വളരെയധികം മുറിവുണ്ടായി. അന്യ ഗാഡിയോ മേ ആനെ വാലി ലോഗോനെ ഏക് ദൃശ്യ ദേഖ. മറ്റ് വാഹനത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാർ ഈ ദൃശ്യം കണ്ടു. ലേക്കിൻ കിസീനെ ഉസ്കി സഹായത നഹി കി. ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. വ 2 ഘണ്ടോം തക്ക് ഖൂൻ ബഹാക്കർ വഹാം പടാ രഹ. 2 മണിക്കൂറോളം രക്തമൊഴുകിക്കൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു. ഇത്തനേമേ വഹാം സെ ഏക് ആദ്മി ആയ. അപ്പോഴേക്ക് അവിടത്തേക്ക് ഒരു വ്യക്തി വന്നു. ഉസ്നെ ജൽദി പുലിസ് കോ ഫോൺ കിയ. അദ്ദേഹം പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. പോലീസിനെ ആംബുലൻസ് ബുലാക്കർ ഉസ്കോ അസ്പതാൽ ഭേജ. പോലീസ് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചു, ആശുപത്രിയിലേക്ക് അയച്ചു. അസ്പതാൽ സെ പതാ ചലാക്കി ഉസ്കി ജാൻ ബച്ച് ഗയി ഹെ. ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ്. ഇതാണ് നമ്മുടെ റപ്പട്. ടിപ്പണി മേ ആനെ വാലി സഹി മിലാൻ, ചേർത്തെഴുതുക. ഇതിൻ്റെ ചോദ്യവും ഉത്തരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. टिप्पणी का अंतिम प्रश्न है एक लेख तैयार करने के लिए. लेख मीन्स एस्से. जीवन में मानवीय मूल्यों का महत्व विषय पर एक लघु लेख लिखे. ജീവിതത്തിൽ മാനുഷിക മൂല്യങ്ങളുടെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ എസ്സേ എഴുതാനാണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ലേഖ കാ ഉത്തർ. ജീവൻ മേ മാനവീയ മൂല്യോं का महत्व. ടൈറ്റിൽ. ജീവിതത്തിൽ മാനവീയ മൂല്യങ്ങൾ, മനുഷ്യത്വ മൂല്യങ്ങൾ കൊണ്ടുള്ള മഹത്വം. മാനവ് സാമാജിക പ്രാണി ഹെ. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സാമാജിക പ്രാണി ഹോനെ കെ കാരൺ ആപ്പസ് മേ സഹായത കർക്കെ ജീന ഹെ. സാമൂഹ്യ ജീവിയാകുന്നത് കാരണം പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത രീതി. हमारे समाज में बेचारे लोग हैं, यहाँ बीमार लोग हैं, दुर्घटनाओं में घायल पड़े लोग हैं. നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരും രോഗികളും അപകടം പറ്റി മുറിവേറ്റവരുമായ അനേകം ജനങ്ങളുണ്ട്. സാമാജിക പ്രാണി ഹോനെ കെ കാരൺ ഇൻ ലോഗോं की मदद करना अनिवार्य है. സാമൂഹ്യ ജീവിയായത് കാരണം നമ്മളെ ഈ ജനങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. പരസ്പര സഹായത സെ ഹമാരെ സമാജ് കാ ഉദ്ധാർ ഹോഗ. പരസ്പരം സഹായിക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ വികാസമുണ്ടാകുന്നു, വളർച്ച ഉണ്ടാകുന്നു. त्याग का मनोभाव मनुष्यता का लक्षण है, इसलिए आपस में त्याग करने जीना चाहिए. ത്യാഗ മനോഭാവം എന്നുള്ളത് മനുഷ്യൻ്റെ ലക്ഷണമാണ്. ഇതിനെ പരസ്പരം നമ്മൾ സഹായിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്യുക അനിവാര്യമാണ്. ഇങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ്റെ ജീവിത രീതി. यह लेख इतना है. हताशा से एक व्यक्ति बैठ गया था. टिप्पणी में इतना प्रश्नोत्तर है और इस प्रश्नोत्तर अच्छी तरह अपने अपने നോട്ട്ബുക്ക് में लिखे. എല്ലാവരും വളരെ വൃത്തിയിൽ ഈ നോട്ട്ബുക്കിൽ ഈ പാഠഭാഗത്തിലുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളും എഴുതുക. പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക. अगली परीक्षा में इस टिप्पणी के प्रश्न उत्तर आ जाएंगे और उसके अनुसार उस प्रश्नोत्तर अच्छी तरह पढ़ना और अच्छी तरह लिखना. कोई संदेह है तो एनी डाउट्स एंड नोट्स ग्रुप में आ जाए. उसका संदेह दूरी करने का समय है. ओके.
विनोद कुमार शुक्ल जी ने लिखी हुई एक सुंदर कविता हताशा से एक व्यक्ति बैठ गया को नरेश सक्सेना की टिप्पणी यहाँ समाप्त होता हूँ. सभी छात्रों को मेरा धन्यवाद. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയ എന്ന ടിപ്പണിയുടെ പാഠഭാഗത്തിലെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ സമാപിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് डाउट्स एंड नोट्स ग्रुप में चर्चा करें. थैंक यू.